ലേവ്യ പുസ്തകം അധ്യായം 27. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പ് പോലെ യഹോവയ്ക്കുള്ളവനാകേണം. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് 50 ശേക്കെൽ വെള്ളി ആയിരിക്കണം. പെണ്ണായിരുന്നാൽ നിന്റെ മതിപ്പ് 30 ശേക്കെൽ ആയിരിക്കണം. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് 20 ശേക്കെലും പെണ്ണിന് 10 ശേക്കെലും ആയിരിക്കണം. 1 മാസം മുതൽ 5 വയസ്സ് വരെയുള്ളതായാൽ നിന്റെ മതിപ്പ് ആണിന് 5 ശേക്കെൽ വെള്ളിയും പെണ്ണിന് 3 ശേക്കെൽ വെള്ളിയും ആയിരിക്കണം. 60 വയസ്സ് മുതൽ മേലോട്ടെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് 15 ശേക്കെലും പെണ്ണിന് 10 ശേക്കെലും ആയിരിക്കണം. നിന്റെ മതിപ്പ് പോലെ കൊടിപ്പാൻ കഴിയാതെ വണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന് മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തേണം. പുരോഹിതൻ അവനെ മതിക്കണം. നേർന്നവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കണം. അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്ക മൃഗം ആകുന്നു എങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം. തീയതിന് പകരം നല്ലത്, നല്ലതിന് പകരം തീയത്, ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത്. മൃഗത്തിന് മൃഗത്തെ വെച്ചുമാറുന്നു എങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അത് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതന്റെ മുമ്പാകെ നിർത്തേണം. അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതൻ അതിനെ മതിക്കണം. പുരോഹിതനായ നീ അതിനെ മതിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം. അതിനെ വീണ്ടെടുക്കുന്നു എങ്കിൽ നീ മതിച്ച തുകയോട് 1/5 കൂട്ടേണം. ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കണം. പുരോഹിതൻ മതിക്കുന്നത് പോലെ തന്നെ അതിരിക്കണം. തൻ്റെ വീട് വിശുദ്ധീകരിച്ചാൽ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടേണം. എന്നാൽ അത് അവനുള്ളതാകും. ഒരുത്തൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിൻ്റെ വിത്തുപാടിനൊത്തവണ്ണം ആയിരിക്കണം. ഒരു ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിന് 50 ശേക്കെൽ വെള്ളി മതിക്കണം. യോബേൽ സംവത്സരം മുതൽ അവൻ തൻ്റെ നിലം വിശുദ്ധീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് പോലെ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൻ്റെ ശേഷം അവൻ അതിനെ വിശുദ്ധീകരിച്ചാലോ യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്കൊത്തവണ്ണം പുരോഹിതൻ അതിൻ്റെ വില കണക്കാക്കണം. അത് നിന്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം. നിലം വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടേണം. എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും. അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ. ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ശപഥാർപ്പിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതിൻ്റെ അനുഭവം പുരോഹിതനിരിക്കണം. തൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോബേൽ സംവത്സരം വരെ മതിപ്പ് വില കണക്കാക്കണം. നിന്റെ മതിപ്പ് വില അവൻ അന്ന് തന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം. ആ നിലം മുന്നുടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരേണം. നിന്റെ മതിപ്പ് ഒക്കെയും ശേക്കെലിന് 20 ഗേരാ വെച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആയിരിക്കണം. കടിഞ്ഞൂൽ പിറവിയാൽ യഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത്. മാടായാലും ആടായാലും അത് യഹോവയ്ക്കുള്ളതാകുന്നു. അത് അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ മതിപ്പ് വിലയും അതിൻ്റെ 1/5 കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയ്ക്ക് അതിനെ വിൽക്കണം. എന്നാൽ ഒരുത്തൻ തനിക്കുള്ള ആൾ, മൃഗം, അവകാശ നിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപഥാർപ്പിതവും വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ. ശപഥാർപ്പിതം ഒക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധമാകുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം.
അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്, വെച്ചുമാറുകയും അരുത്. വെച്ചുമാറുന്നു എങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം, അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ മക്കൾക്കു വേണ്ടി യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ. സംഖ്യാപുസ്തകം അധ്യായം 1. അവർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാംപ്രതി പേർവഴി ചാർത്തി സംഘത്തിൻ്റെ ആകത്തുക എടുക്കണം. നീയും അഹരോനും ഇസ്രയേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. ഓരോ ഗോത്രത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളോട് കൂടെ നിൽക്കേണ്ടുന്ന പുരുഷന്മാരുടെ പേരാവിത്: രൂബേൻ ഗോത്രത്തിൽ ശെദേയൂരിൻ്റെ മകൻ എലീസൂർ, ശിമയോൻ ഗോത്രത്തിൽ സൂരീശദായിയുടെ മകൻ ശെലൂമിയേൽ, യഹൂദാ ഗോത്രത്തിൽ അമ്മീനാദാബിൻ്റെ മകൻ നഹശോൻ, ഇസാഖാർ ഗോത്രത്തിൽ സുവാരിൻ്റെ മകൻ നെഥനയേൽ, സെബുലൂൻ ഗോത്രത്തിൽ ഹോലോൻ്റെ മകൻ എലിയാബ്, യോസേഫിൻ്റെ മക്കളിൽ എഫ്രൈം ഗോത്രത്തിൽ അമ്മീഹൂദിൻ്റെ മകൻ എലീശാമ, മനശ്ശെ ഗോത്രത്തിൽ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ ഗിദയോനിയുടെ മകൻ അബീദാൻ, ദാൻ ഗോത്രത്തിൽ അമ്മീശദായിയുടെ മകൻ അഹിയേസർ, ആശേർ ഗോത്രത്തിൽ ഒക്രാൻ്റെ മകൻ പഗിയേൽ, ഗാദ് ഗോത്രത്തിൽ ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ്, നഫ്താലി ഗോത്രത്തിൽ ഏനാൻ്റെ മകൻ അഹീര. ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും തങ്ങളുടെ പിതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരും ഇസ്രയേലിൽ സഹസ്രാധിപന്മാരും ആയിരുന്നു. കുറിക്കപ്പെട്ട ഈ പുരുഷന്മാരെ മോശയും അഹ്റോനും കൂട്ടിക്കൊണ്ടുപോയി. 2-ാം മാസം 1-ാം തീയതി അവർ സർവ്വസഭയെയും വിളിച്ചുകൂട്ടി. അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാംപ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് പേരുപേരായി താന്താങ്ങളുടെ വംശവിവരം അറിയിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സീനായി മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണമെടുത്തു. ഇസ്രയേലിൻ്റെ മൂത്ത മകനായ രൂബേൻ്റെ മക്കളുടെ സന്തതികൾ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാംപ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി രൂബേൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 46,500 പേർ. ശിമയോൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാംപ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ശിമയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 59,300 പേർ. ഗാദിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഗാദ് ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 45,650 പേർ. യഹൂദയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി യഹൂദാ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 74,600 പേർ. ഇസാഖാരിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഇസാഖാർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 54,400 പേർ. സെബുലൂൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി സെബുലൂൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 57,400 പേർ. യോസേഫിൻ്റെ മക്കളിൽ എഫ്രൈമിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എഫ്രൈം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. മനശ്ശെയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി മനശ്ശെ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 30,200 പേർ. ബെന്യാമീൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ബെന്യാമീൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 35,400 പേർ.
ദാന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിനു പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരായി ദാൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 60,700 പേർ. ആശേരിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരായി ആശേർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 41,500 പേർ. നഫ്താലിയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരായി നഫ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. മോശയും അഹരോനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രയേൽ പ്രഭുക്കന്മാരായ 12 പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ. ഇസ്രയേൽ മക്കളിൽ ഗോത്രമായി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 6,35,550 പേർ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ മാത്രം എണ്ണരുത്, ഇസ്രയേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കുകയും അരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ലേവ്യരെ സാക്ഷ്യനിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരാക്കി നിയമിക്കണം. അവർ തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അവർ അതിന് ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിൻ്റെ ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം. തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർത്തേണം. ഒരന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ഇസ്രായേൽ മക്കൾ ഗണമായി ഓരോരുത്തൻ താന്താൻ്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താൻ്റെ കൊടിക്കരികയും ഇങ്ങനെ കൂടാരമടിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിന് ചുറ്റും പാളയമിറങ്ങണം. ലേവ്യർ സാക്ഷ്യനിവാസത്തിൻ്റെ കാര്യം നോക്കണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാം ഇസ്രായേൽ മക്കൾ ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്തു. അധ്യായം 2. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഇസ്രയേൽ മക്കളിൽ ഓരോരുത്തൻ താന്താൻ്റെ ഗോത്രത്തിൻ്റെ അടയാളത്തോടു കൂടിയ കൊടിക്കരികെ പാളയമിറങ്ങണം. സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങണം. യഹൂദ പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണമായി കിഴക്ക് സൂര്യോദയത്തിന് നേരെ പാളയമിറങ്ങണം. യഹൂദയുടെ മക്കൾക്ക് അമ്മീനാദാബിൻ്റെ മകൻ നഹശോൻ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 74,600 പേർ. അവൻ്റെ അരികെ ഇസാഖാർ ഗോത്രം പാളയമിറങ്ങണം. ഇസാഖാരിൻ്റെ മക്കൾക്ക് സുവാരിൻ്റെ മകൻ നെഥനയേൽ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 54,400 പേർ. പിന്നെ സെബുലൂൻ ഗോത്രം. സെബുലൂൻ്റെ മക്കൾക്ക് ഹേലോൻ്റെ മകൻ എലിയാബ് പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 57,400 പേർ. യഹൂദ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. ഇവർ ആദ്യം പുറപ്പെടണം. രൂബേൻ പാളയത്തിൻ്റെ കൊടുക്കീഴുള്ളവർ ഗണമായി തെക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. രൂബേൻ്റെ മക്കൾക്ക് ശെദേയൂരിൻ്റെ മകൻ എലിസൂർ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 46,500 പേർ. അവൻ്റെ അരികെ ശിമയോൻ ഗോത്രം പാളയമിറങ്ങണം. ശിമയോൻ്റെ മക്കൾക്ക് സുരീശദായിയുടെ മകൻ ശെലൂമിയേൽ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം. ഗാദിൻ്റെ മക്കൾക്ക് രയൂവേലിൻ്റെ മകൻ എലിയാസാഫ് പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 45,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,51,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിൻ്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയമിറങ്ങുന്നത് പോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം. എഫ്രയീം പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. എഫ്രയീമിൻ്റെ മക്കൾക്ക് അമ്മീഹൂദിൻ്റെ മകൻ എലീശാമ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 40,500 പേർ.
അവൻ്റെ അരികെ മനശ്ശെ ഗോത്രം പാളയമിറങ്ങണം. മനശ്ശെയുടെ മക്കൾക്ക് പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 32,200 പേർ. പിന്നെ ബെന്യാമീൻ ഗോത്രം പാളയമിറങ്ങണം. ബെന്യാമീൻ്റെ മക്കൾക്ക് ഗിദയോനിയുടെ മകൻ അബീദാൻ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 35,400 പേർ. എഫ്രൈം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,08,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടണം. ദാൻ പാളയത്തിൻ്റെ കൊടുക്കീഴുള്ളവർ ഗണം ഗണമായി വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. ദാൻ്റെ മക്കൾക്ക് അമ്മീശദായിയുടെ മകൻ അഹിയേസർ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 60,700 പേർ. അവൻ്റെ അരികെ ആശേർ ഗോത്രം പാളയമിറങ്ങണം. ആശേരിൻ്റെ മക്കൾക്ക് ഒക്രാൻ്റെ മകൻ പഗിയേൽ പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 41,500 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങണം. നഫ്താലിയുടെ മക്കൾക്ക് ഏനാൻ്റെ മകൻ അഹീര പ്രഭു ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,600 പേർ. അവർ തങ്ങളുടെ കൊടികളോട് കൂടെ ഒടുവിൽ പുറപ്പെടണം. ഇസ്രയേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണം ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രയേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടു. അധ്യായം 3. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത കാലത്ത് അഹരോൻ്റെയും മോശയുടെയും വംശപാരമ്പര്യമാവിത്. അഹരോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ആദ്യജാതൻ നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരായ അഹരോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ തന്നെ. എന്നാൽ നാദാബും അബീഹുവും സീനായി മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചപ്പോൾ യഹോവയുടെ സന്നിധിയിൽ വെച്ച് മരിച്ചുപോയി. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. എലയാസാരും ഈഥാമാരും അപ്പനായ അഹരോൻ്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു പോന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: നീ ലേവി ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹരോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ്റെ മുമ്പാകെ നിർത്തുക. അവർ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ അവൻ്റെ കാര്യവും സർവ്വസഭയുടെ കാര്യവും നോക്കി തിരുനിവാസത്തിലെ വേല ചെയ്യണം. അവർ സമാഗമന കൂടാരത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും ഇസ്രായേൽ മക്കളുടെ കാര്യവും നോക്കി കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യണം. നീ ലേവ്യരെ അഹരോനും അവൻ്റെ പുത്രന്മാർക്കും കൊടുക്കണം. ഇസ്രായേൽ മക്കളിൽ നിന്ന് അവർ അവന് സാക്ഷാൽ ദാനമായുള്ളവർ ആകുന്നു. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം. അടുത്തുവരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത്. ഞാൻ മിസ്രയീം ദേശത്ത് കടിഞ്ഞൂലിനെയൊക്കെയും കൊന്ന നാളിൽ ഇസ്രയേൽ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയെല്ലാം എനിക്കായിട്ട് ശുദ്ധീകരിച്ചു. അത് എനിക്കുള്ളതായിരിക്കണം. ഞാൻ യഹോവയാകുന്നു. യഹോവ പിന്നെയും സീനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്: ലേവ്യരെ കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണുക. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണിനെ ഒക്കെയും നീ എണ്ണേണം. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ വചനപ്രകാരം അവരെ എണ്ണി. ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ: ഗർശോൻ, കെഹാത്ത്, മെരാരി. കുടുംബം കുടുംബമായി ഗർശോൻ്റെ പുത്രന്മാരുടെ പേരുകൾ: ലിബ്നി, ശിമെയി. കുടുംബം കുടുംബമായി കെഹാത്തിൻ്റെ പുത്രന്മാർ: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കുടുംബം കുടുംബമായി മെരാരിയുടെ പുത്രന്മാർ: മഹ്ലി, മൂശി. ഇവർ തന്നെ കുലം കുലമായി ലേവിയുടെ കുടുംബങ്ങൾ. ഗർശോനിൽ നിന്ന് ലിബ്നിയരുടെ കുടുംബവും ശിമ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. ഇവ ഗർശോന്യ കുടുംബങ്ങൾ. അവരിൽ
1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവരുടെ ആകെത്തുക 7500. ഗർശോന്യ കുടുംബങ്ങൾ തിരുനിവാസത്തിൻ്റെ പുറകിൽ പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. ഗർശോന്യരുടെ പിതൃഭവനത്തിന് ലായേലിൻ്റെ മകൻ എലിയാസാഫ് പ്രഭു ആയിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഗർശോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിൻ്റെ പുറമൂടിയും സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീലയും തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ മറശ്ശീലയും പ്രാകാരവാതിലിൻ്റെ മറശ്ശീലയും അതിൻ്റെ എല്ലാ വേലയ്ക്കും ഉള്ള കയറുകളും ആകുന്നു. കെഹാത്തിൽ നിന്ന് അമ്രാമ്യരുടെ കുടുംബവും ഇസ്ഹാര്യരുടെ കുടുംബവും ഹെബ്രോന്യരുടെ കുടുംബവും ഉസിയേലിയരുടെ കുടുംബവും ഉത്ഭവിച്ചു. ഇവ കെഹാത്യരുടെ കുടുംബങ്ങൾ. 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള എല്ലാ ആണുങ്ങളുടെയും സംഖ്യയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുവാൻ 8600 പേർ. കെഹാത്യ കുടുംബങ്ങൾ തിരുനിവാസത്തിൻ്റെ തെക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. കെഹാത്യ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് ഉസിയേലിൻ്റെ മകൻ എലിസഫാൻ പ്രഭു ആയിരിക്കണം. അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയ്ക്കുള്ള വേലയൊക്കെയും ആകുന്നു. പുരോഹിതനായ അഹരോൻ്റെ മകൻ എലയാസാർ ലേവ്യർക്ക് പ്രധാന പ്രഭുവും വിശുദ്ധ മന്ദിരത്തിലെ കാര്യം നോക്കുന്നവരുടെ മേൽ വിചാരകനും ആയിരിക്കണം. മെരാരിയിൽ നിന്ന് മഹ്ലിയരുടെ കുടുംബവും മൂശ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. മെരാരി കുടുംബങ്ങൾ ഇവ തന്നെ. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവർ 6200 പേർ. മെരാരി കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് അബീഹയിലിൻ്റെ മകൻ സുരിയേൽ പ്രഭു ആയിരിക്കണം. ഇവർ തിരുനിവാസത്തിൻ്റെ വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. മെരാരിയർ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂൺ, ചുവട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വേലയും, പ്രാകാരത്തിൻ്റെ ചുറ്റും ഉള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. എന്നാൽ തിരുനിവാസത്തിൻ്റെ മുൻവശത്ത് കിഴക്ക് സമാഗമന കൂടാരത്തിൻ്റെ മുൻവശത്തു തന്നെ സൂര്യോദയത്തിന് നേരെ മോശയും അഹരോനും അവൻ്റെ പുത്രന്മാരും പാളയമിറങ്ങുകയും ഇസ്രായേൽ മക്കളുടെ കാര്യമായ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുകയും വേണം. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. മോശയും അഹരോനും യഹോവയുടെ വചനപ്രകാരം കുടുംബം കുടുംബമായി എണ്ണിയ ലേവ്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങൾ ആകെ 22000 പേർ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മക്കളിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യജാതന്മാരായ ആണുങ്ങളെ ഒക്കെയും എണ്ണി പേരുപേരായി അവരുടെ സംഖ്യ എടുക്കുക. ഇസ്രായേൽ മക്കളിലെ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായിട്ട് എടുക്കണം. ഞാൻ യഹോവ ആകുന്നു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേൽ മക്കളുടെ എല്ലാ കടിഞ്ഞൂലുകളെയും എണ്ണി. 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യജാതന്മാരായ എല്ലാ ആണുങ്ങളെയും പേരുപേരായി എണ്ണിയ ആകത്തുക 20273 ആയിരുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എടുക്കുക. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ഞാൻ യഹോവയാകുന്നു. ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകളിൽ ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞുള്ള 273 പേരുടെ വീണ്ടെടുപ്പിനായി തലയ്ക്ക് 5 ശെക്കേൽ വീതം വാങ്ങണം. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ശെക്കേൽ 1-ന് 20 ഗേരാ വെച്ച് വാങ്ങണം. അവരുടെ എണ്ണത്തെ കവിയുന്നവരുടെ വീണ്ടെടുപ്പ് വില അഹരോനും അവൻ്റെ മക്കൾക്കും കൊടുക്കണം. ലേവ്യരെ കൊണ്ട് വീണ്ടെടുത്തവരുടെ എണ്ണത്തെ കവിഞ്ഞുള്ളവരുടെ വീണ്ടെടുപ്പ് വില മോശ വാങ്ങി. ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരോട് അവൻ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1365 ശെക്കേൽ പണം വാങ്ങി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ വീണ്ടെടുത്തവരുടെ വില മോശ അഹരോനും അവൻ്റെ മക്കൾക്കും യഹോവയുടെ വചനപ്രകാരം കൊടുത്തു.
യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി തുകയെടുപ്പിൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടേണം. തഹശുതോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനു മീതെ നീലശീല വിരിച്ച് തണ്ട് ചെലുത്തേണം. കാഴ്ചയപ്പത്തിൻ്റെ മേശമേലും ഒരു നീലശീല വിരിച്ച് അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വയ്ക്കണം. നിരന്തരമായ അപ്പവും അതിന്മേലിരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള മൂടുവിരിയാൽ അത് മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. ഒരു നീലശീല എടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും അതിൻ്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടേണം. അതും അതിൻ്റെ പാത്രങ്ങളൊക്കെയും തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടേണം. സ്വർണ്ണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്ര ശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെക്കണം. തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടി തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തൊടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസാർ നോക്കേണ്ടത് വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധ ധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിൻ്റെ ഉപകരണങ്ങളും തന്നെ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ച് കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോടടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവിൻ. അഹരോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തനെ അവനവൻ്റെ വേലയ്ക്കും അവനവൻ്റെ ചുമട്ടിനും ആക്കണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്ത് കടക്കരുത്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഗർശോന്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണി തുകയെടുക്കുക. 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണേണം. സേവ ചെയ്യുന്നതിലും ചുമടെടുക്കുന്നതിലും ഗർശോന്യ കുടുംബങ്ങൾക്കുള്ള വേല എന്തെന്നാൽ, തിരുനിവാസത്തിൻ്റെ തിരശ്ശീല, സമാഗമന കൂടാരം, അതിൻ്റെ മൂടുവിരി, തഹശുതോൽ കൊണ്ട് അതിന്മേലുള്ള പുറമൂടി, സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീല, പ്രാകാരത്തിൻ്റെ മറശ്ശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഗർശോന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ വേലയും സംബന്ധിച്ചുള്ളതൊക്കെയും അഹരോൻ്റെയും പുത്രന്മാരുടെയും കൽപ്പന പ്രകാരം ആയിരിക്കണം. അവരുടെ എല്ലാ ചുമടും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗർശോന്യരുടെ കുടുംബങ്ങൾക്കുള്ള വേല ഇതുതന്നെ. അവരുടെ സേവ പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിൻ്റെ കൈക്കീഴായിരിക്കണം. മെരാര്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണേണം. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണേണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുമട് എന്തെന്നാൽ,
തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂൺ, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ തൂൺ, ചുവട്, കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ. അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ വിവരമായി അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിൻ്റെ കൈക്കീഴെ സമാഗമന കൂടാരത്തിൽ മെരാര്യരുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടുന്ന വേല ഇത് തന്നെ. മോശയും അഹരോനും സഭയിലെ പ്രഭുക്കന്മാരും കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി. അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ 2750 പേർ. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും കെഹാത്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി. സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. ഗർശോന്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവർ 2630 പേർ. യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും ഗർശോന്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി. സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. മെരാരി കുടുംബങ്ങളിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി. അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ ആകെ 3200 പേർ. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും മെരാരിയ കുടുംബങ്ങളിൽ എണ്ണിയവർ ഇവർ തന്നെ. മോശയും അഹരോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവ്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണിയവരായി 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ സേവയും ചുമട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ 8580 പേർ ആയിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം അവർ മോശ മുഖാന്തരം ഓരോരുത്തൻ താന്താൻ്റെ വേലയ്ക്കും താന്താൻ്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. യഹോവ മോശയോട് കൽപ്പിച്ച പോലെ അവൻ അവരെ എണ്ണി. അധ്യായം 5. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, സകല കുഷ്ഠരോഗിയെയും സകല സ്രവക്കാരനെയും ശവത്താൽ അശുദ്ധനായ ഏവനെയും പാളയത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കാം. ആണായാലും പെണ്ണായാലും അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കണം. ഞാൻ അവരുടെ മധ്യേ വസിക്കിയാൽ അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരായാൽ ചെയ്ത പാപം അവർ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ 5-1 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവന് പകരം കൊടുക്കണം. എന്നാൽ അകൃത്യത്തിന് പ്രതിശാന്തി വാങ്ങുവാൻ അവന് ചാർച്ചക്കാരൻ ഇല്ലെങ്കിൽ അകൃത്യത്തിനുള്ള പ്രതിശാന്തി യഹോവയ്ക്ക് കൊടുക്കുന്നത് പുരോഹിതന് ഇരിക്കണം. അതുകൂടാതെ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനുള്ള പ്രായശ്ചിത്തത്തിൻ്റെ ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. ഇസ്രായേൽ മക്കൾ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന സകല വിശുദ്ധ വസ്തുക്കളിലും ഉദർച്ചയായതൊക്കെയും അവനിരിക്കണം. ആരെങ്കിലും ശുദ്ധീകരിച്ചർപ്പിക്കുന്ന വസ്തുക്കൾ അവന് ഉള്ളവയായിരിക്കണം. ആരെങ്കിലും പുരോഹിതന് കൊടുക്കുന്നവതെല്ലാം അവനുള്ളതായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, വല്ല പുരുഷൻ്റെയും ഭാര്യ പിഴച്ച് അവനോട് ദ്രോഹിച്ച് ഒരുത്തൻ അവളോട് കൂടെ ശയിക്കുകയും അത് അവളുടെ ഭർത്താവിന് വെളിപ്പെടാതെ മറവായിരിക്കുകയും അവൾ അശുദ്ധയാകുകയും അവൾക്ക് വിരോധമായി സാക്ഷിയില്ലാതിരിക്കുകയും അവൾ ക്രിയയിൽ പിടിപ്പെടാതിരിക്കുകയും ശംഖാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയായിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശംഖാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയല്ലാതിരിക്കുകയും ചെയ്താൽ, ആ പുരുഷൻ ഭാര്യയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അവൾക്ക് വേണ്ടി വഴിപാടായിട്ട് ഒരിടങ്ങഴി യവപ്പൊടിയും കൊണ്ടു ചെല്ലണം. അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരിക്കം ഇടുകയും അരുത്. അത് സംശയത്തിൻ്റെ ഭോജനയാഗമല്ലോ, അപരാധ ജ്ഞാപകമായ ഭോജനയാഗം തന്നെ. പുരോഹിതൻ അവളെ അടുക്കൽ വരുത്തി യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പുരോഹിതൻ ഒരു മൺപാത്രത്തിൽ വിശുദ്ധജലം എടുക്കണം. പുരോഹിതൻ തിരുനിവാസത്തിൻ്റെ നിലത്തെ പൊടി കുറെ എടുത്ത് ആ വെള്ളത്തിൽ ഇടണം.
പുരോഹിതൻ സ്ത്രീയെ യഹോവയുടെ സന്നിധിയിൽ നിർത്തി അവളുടെ തലമുടി അഴിച്ച് അപരാധ ജ്ഞാപകത്തിൻ്റെ ഭോജനയാഗം അവളുടെ കയ്യിൽ വെക്കണം. പുരോഹിതൻ്റെ കയ്യിൽ ശാപകരമായ കയ്പുവെള്ളവും ഉണ്ടായിരിക്കണം. പുരോഹിതൻ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ച് അവളോട് പറയേണ്ടത്, ആരും നിന്നോടുകൂടെ ശയിക്കുകയും നിനക്ക് ഭർത്താവുണ്ടായിരിക്കെ നീ അശുദ്ധിയിലേക്ക് തിരികുകയും ചെയ്തിട്ടില്ല എങ്കിൽ ശാപകരമായ ഈ കയ്പുവെള്ളത്തിൻ്റെ ദോഷം നിനക്ക് വരാതിരിക്കട്ടെ. എന്നാൽ നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ പിഴച്ച് അശുദ്ധയാകുകയും നിന്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ നിന്നോടുകൂടെ ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുരോഹിതൻ സ്ത്രീയെ കൊണ്ട് ശാപസത്യം ചെയ്യിച്ച് അവളോട്, യഹോവ നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ഉദരം വീർപ്പിക്കുകയും ചെയ്ത് നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നെ ശാപവും പ്രാക്കും ആക്കി തീർക്കട്ടെ. ശാപകരമായ ഈ വെള്ളം നിന്റെ കുടലിൽ ചെന്ന് നിന്റെ ഉദരം വീർപ്പിക്കുകയും നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ചെയ്യും എന്ന് പറയണം. അതിന് സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി കയ്പുവെള്ളത്തിൽ കഴുകി കലക്കണം. അവൻ ശാപകരമായ കയ്പുവെള്ളം സ്ത്രീയെ കുടിപ്പിക്കണം. ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സംശയത്തിൻ്റെ ഭോജനയാഗം വാങ്ങി യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്ത് യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. പിന്നെ പുരോഹിതൻ ഭോജനയാഗത്തിൽ ഒരു പിടിയെടുത്ത് യാഗപീഠത്തിന്മേൽ നിവേദ്യമായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷം സ്ത്രീയെ ആ വെള്ളം കുടിപ്പിക്കണം. അവൾ അശുദ്ധയായി തൻ്റെ ഭർത്താവോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വെള്ളം കുടിപ്പിച്ച ശേഷം ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായിത്തീരും. അവളുടെ ഉദരം വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും സ്ത്രീ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ശാപഗ്രസ്തയായിരിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീ അശുദ്ധയാകാതെ നിർമ്മലയാകുന്നു എങ്കിൽ അവൾക്ക് ദോഷം വരികയില്ല, അവൾ ഗർഭം ധരിക്കും. ഇതാകുന്നു പാതിവൃത്യ സംശയം സംബന്ധിച്ചുള്ള പ്രമാണം. ഒരു സ്ത്രീ ഭർത്താവ് ഉണ്ടായിരിക്കെ പിഴച്ച് അശുദ്ധയാകുകയോ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയോ ചെയ്തിട്ട് അവളെ യഹോവയുടെ സന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ പ്രമാണമൊക്കെയും അവളിൽ നടത്തണം. എന്നാൽ പുരുഷൻ അകൃത്യത്തിൽ ഓഹരിക്കാരനാകയില്ല, സ്ത്രീയോ തൻ്റെ അകൃത്യം വഹിക്കും.